ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മുറുക്കാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉഴുന്നുപൊടിയൊക്കെ ഇട്ടിട്ടാണ് മുറുക്ക് ഉണ്ടാക്കാറ്. എന്നാൽ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. ഇതേപോലെ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ മുറുക്കുണ്ടാക്കിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനെ കണക്കാക്കിയിട്ട് വേണം വെള്ളം തിളപ്പിക്കാൻ വെക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് അരിപ്പൊടിയും ബാക്കി ചേരുവകളൊക്കെ കൂടെ മിക്സ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 3 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ 250 ml കപ്പില്ല എങ്കിൽ ഗ്ലാസ്സിലെടുത്താലും മതി. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ബാക്കി ചേരുവകളെല്ലാം അളന്നെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടി നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി എടുക്കരുത്. പുട്ടുപൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ശരിയാവത്തില്ല. ഇതേപോലത്തെ തരിയില്ലാത്ത വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് കടലമാവാണ്. നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചൂടാക്കുകയോ വറക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കടലമാവ് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ അളന്ന് 1 കപ്പിലെടുത്തതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇളക്കി കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെണ്ണയാണ്. വെണ്ണ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ശരിക്കും മിക്സായി കിട്ടത്തില്ല. 1 ടേബിൾ സ്പൂൺ വെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നമ്മളിതെല്ലാം കൂടെ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം. വെണ്ണ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോഴാണ് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. എത്രയും കൂടുതൽ നേരം നമ്മൾ മിക്സാക്കി എടുക്കുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് ഈ മുറുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് മിക്സാക്കി എടുത്തത്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് ഈ വെള്ളം കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല കട്ടിയിലൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ വെള്ളം വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ചില ടൈപ്പ് അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പം അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ 3 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളൂ. ഞാനെടുത്ത അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളം കറക്റ്റായിരുന്നു. വെള്ളം കൂടിപ്പോയാലും നമ്മളുടെ മുറുക്ക് അത്ര ശരിയായിട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെ വെള്ളം കുറഞ്ഞാലും മുറുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ പൊടിയെല്ലാം നല്ല പോലെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും. ഈ സമയത്ത് നമ്മൾക്ക് കൈവച്ച് തൊടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾക്കിനി കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ചൂട് നല്ല പോലെ ഒന്ന് പോയിട്ട് വേണം നമ്മൾക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവിവെള്ളം ഇതിനകത്തേക്ക് വീഴാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് മൂടിയുടെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കണം. ഇപ്പോൾ ഇതാ അതോടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമ്മൾ മിക്സാക്കുകയാണെങ്കിൽ തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഈ മാവിന് നല്ലൊരു മയവും കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്ത എള്ളെല്ലാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നല്ല പോലെ മിക്സാക്കി എടുക്കുക. നല്ല പോലെ മിക്സാക്കി എടുക്കുമ്പോഴാണ് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. വെള്ളം കൂടിപ്പോയിട്ടുമില്ല, വെള്ളം കുറഞ്ഞിട്ടുമില്ല. ഇതേപോലെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് നമ്മളുടെ സേവനാഴി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും എണ്ണ തേച്ച് കൊടുക്കുക. അച്ചിൻ്റെ മുകളിലും ഒക്കെയും എണ്ണ തേച്ച് കൊടുക്കാം. മുറുക്കുണ്ടാക്കുന്ന അച്ച് പല ടൈപ്പുണ്ട്. ഞാനിപ്പം ഇവിടെ സിംഗിളായിട്ടുള്ള അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെയൊക്കെ അച്ചിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. ഇനി നമ്മൾ കുഴച്ച് തയ്യാറാക്കിയ മാവുന്ന് ഒരു ഭാഗം ഇതേപോലെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അധികമുള്ള മാവ് നമ്മൾക്ക് മറ്റേ മാവിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് വറക്കാൻ ആവശ്യമായിട്ടില്ല. വെളിച്ചെണ്ണയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ മുറുക്കിൻ്റെ മാവ് ഓരോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാലും
ഇതപ്പം തന്നെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. ഇനി നമ്മൾക്ക് മുറുക്കുണ്ടാക്കി വെക്കാനായിട്ട് ഇതേപോലെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു തട്ടിലോ എണ്ണ തേച്ചിട്ടൊന്ന് വെക്കുക. എന്നിട്ട് വേണം അതിനകത്തേക്ക് നമ്മൾ മുറുക്ക് പിഴിഞ്ഞ് വെക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിൽ എണ്ണ തേച്ചതിന് ശേഷം മുറുക്ക് അതിലേക്ക് പിഴിഞ്ഞ് വെക്കുന്നത്. നമ്മൾ ഇതേപോലെ മുറുക്കുണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടുന്നുണ്ട് എങ്കിൽ വെള്ളം കൂടിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, നമ്മൾക്ക് പെട്ടെന്ന് പിഴിയാനും പറ്റത്തില്ല. നമ്മളിവിടെ കുഴച്ചെടുത്ത മാവിന് വെള്ളം കറക്റ്റാണ്, ഇതിടയ്ക്ക് പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അപ്പം ഇതേപോലെ വേണം കിട്ടാനായിട്ട്. ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തേച്ചിട്ട് മുറുക്ക് അതിലേക്ക് പിഴിഞ്ഞു വെച്ചാലും മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുറുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മുറുക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണിത് കറക്റ്റായിട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ മുറുക്ക് അത്രയും ശരിയായിട്ട് കിട്ടത്തില്ല. എല്ലാ മുറുക്കും ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുക. മുറുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. ഇനി മുറുക്ക് മുരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് തുടരുത്, മുറുക്ക് തനിയെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചുവിട്ട് മുരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ പതയെല്ലാം നല്ലപോലെ പോകും. ഇത് മുരിഞ്ഞു വരും തോറും ഇതിൻ്റെ പത നല്ലപോലെ കുറഞ്ഞു കുറഞ്ഞു വരും. ഞാനിപ്പം ഇവിടെ സിംഗിളായിട്ട് ഉണ്ടാക്കുന്ന അച്ചായതുകൊണ്ടാണ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്ന അച്ച 3 എണ്ണത്തിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് കുറേ എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ട്രിപ്പ് കുറേശ്ശെ മുരിഞ്ഞു വരുന്നുണ്ട്, ഇതിൻ്റെ പതയെല്ലാം നല്ല പോലെ പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി മുറുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കറക്റ്റായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തത് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത ട്രിപ്പിനുള്ളത് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പിഴിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല, അപ്പം അതും ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ട്രിപ്പ് പിഴിഞ്ഞ് വെച്ചാൽ മതി. ഇനി മുറുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ആദ്യമായിട്ട് മുറുക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും 1 കപ്പ് അരിപ്പൊടി മാത്രം എടുത്തിട്ട് ചെയ്യുക. 1 കപ്പ് അരിപ്പൊടിയും പിന്നെ 1/3 കടലമാവും എടുത്താൽ മതി. അതുപോലെ തന്നെ ബാക്കി ചേരുവകളും കുറച്ചെടുക്കുക. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 കപ്പ് അരിപ്പൊടി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് മുറുക്കുണ്ടാക്കാനുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളുടെ മുറുക്കെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുറുക്കും കൂടിയാണിത്. കാരണം നമ്മളിതിനകത്ത് ഉഴുന്ന് ചേർക്കുന്നില്ല, ഉഴുന്ന് വറക്കേണ്ട ആവശ്യമില്ല, പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ മുറുക്കുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്